ആത്മനിർഭർ ഭാരത് മേക്കിംഗ് ഇന്ത്യ ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എത്രത്തോളം വലുതാണ് എന്നുള്ളത് ഇപ്പോഴാണ് ഒരുപക്ഷെ ഇന്ത്യക്കാർ കൃത്യമായി മനസ്സിലാക്കുന്നത്. ആദ്യമൊക്കെ ഇത് BJP സർക്കാർ മുന്നോട്ട് വച്ചപ്പോൾ ഇതൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്ന് പുച്ഛിച്ച് തള്ളിയവർക്ക് ഇപ്പോൾ കാര്യങ്ങൾ ബോധ്യമായിരിക്കുന്നു. ആത്മനിർഭർ ഭാരത് മേക്കിംഗ് ഇന്ത്യയും അടക്കം ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പോകുന്നു അല്ലെങ്കിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നേരത്തെ മേക്ക് ഇൻ ഇന്ത്യ അല്ല, ഇനി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയണം എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതായത് സ്വദേശീവൽക്കരണം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ആത്മനിർഭർ ഭാരതത്തിൻ്റെ മേക്ക് ഇൻ ഇന്ത്യയുടെയൊക്കെ വിജയം അത് എത്രത്തോളമാണ് ഇന്ത്യക്ക് പ്രയോജനകരമാകാൻ പോകുന്നത്, ഇന്ത്യക്ക് കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യക്ക് അത് എത്രത്തോളമാണ് ഇന്ത്യയിലെ ജനങ്ങൾക്കും സൈനികർക്കും പല മേഖലകളിലും അത് എത്രത്തോളം വലിയ വലിയ സംഭാവനകൾ നൽകാൻ കഴിയുമെന്ന്, വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കിപ്പോഴാണ് പലർക്കും അത് മനസ്സിലാകുന്നത് എന്നുള്ളതാണ്. അതായത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സൈനികരുടെ നിർണായകമായ അതിർത്തികളിലെ നിർണായക നീക്കങ്ങൾക്കുമൊക്കെ ഉപയോഗിക്കുന്ന തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ഒരു ടണലുണ്ട്. തുരങ്കങ്ങൾ നിർമ്മിക്കുന്ന ഒരു മിഷനുണ്ട്. അതിന് പറയുന്നത് ടണൽ ബോറിംഗ് മിഷൻ എന്നാണ് ആ മിഷന് പറയുന്നത്. അതായത് അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഈ സൈനികരുടെ നിർണായകമായ അതിർത്തികളിൽ നിന്ന് കടക്കാനുമൊക്കെ തുരങ്കങ്ങൾ ഉപയോഗിക്കുക. ആ തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മിഷന് പറയുന്ന പേരാണ് ടണൽ ബോറിംഗ് മിഷൻ. അപ്പോൾ ഈ മിഷൻ ഇത് നമ്മൾ ഒരു ഹെർനെക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ടണൽ ബോറിംഗ് മിഷൻ നിർമ്മിക്കുന്ന കമ്പനിയാണ് ഹെർനെക് എന്ന് പറയുന്നത്. ഇത് ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ ഈ ജർമ്മൻ കമ്പനിയോട് നമുക്ക് കുറച്ച് മിഷൻ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ശരി നമുക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരുടെ ചൈനയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്നാണ് നമുക്ക് ഈ മിഷൻ തരാം എന്നവർ പറഞ്ഞത്. അവർക്ക് ചൈനയിൽ നിർമ്മാണ പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ചൈനയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ മിഷൻ ഞങ്ങൾ തരാമെന്ന് പറയുന്നു. അപ്പോൾ ആ ഒരു തരാം എന്ന് പറഞ്ഞിരുന്ന സമയത്താണ് ഈ ഗാൽവാൻ സംഘർഷം ഉണ്ടാകുന്നത്. ഈ ഗാൽവാൻ സംഘർഷം നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതായത് കഴിഞ്ഞ വർഷം ജൂൺ 15 ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിരുന്നു. 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് നമുക്ക് കണക്കുകൾ പറയുന്നത്. ഈ ഏറ്റുമുട്ടൽ 45 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും മോശമായിരുന്ന ഒന്നായിരുന്നു. അതായത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ 45 വർഷങ്ങൾക്കിടയിലെ ഏറ്റവും മോശമായ ഒന്നായിരുന്നു ഇത്. ചൈനയുമായുള്ള സൈനിക സംഘർഷത്തിനും സൈന്യത്തെ പിരിച്ചുവിടാനുമുള്ള കാര്യങ്ങൾക്ക് ഇത് വലിയ പ്രക്രിയയ്ക്ക് കാരണമായി എന്നുള്ളതാണ്. 11 റൗണ്ട് സൈനിക ചർച്ചകൾക്കാണ് അന്ന് ഇന്ത്യയും ചൈനയും ഇരുന്നത് എന്നുള്ളതാണ്. അതായത് ഈ ഗാൽവാൻ അതിർത്തി LACയിൽ സംഘർഷം ഉണ്ടായിരുന്നു. ഇരുപക്ഷവും അതിർത്തിയിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരുന്നു. അതായത് ഇന്ത്യയും ചൈനയും. LACയുടെ ഇന്ത്യൻ ഭാഗത്തേക്ക് ചൈന അതിക്രമിച്ചു കയറിയിട്ടുണ്ടെന്നാണ് ഇന്ത്യയുടെ വാദം. ജൂൺ 6 ഇരു സൈനികരുടെയും പ്രാദേശിക സൈനിക കമാൻഡർമാർ തമ്മിൽ നടത്തിയ പരസ്പര ചർച്ച സമ്മതത്തോടെ ഒരു പ്രക്രിയയിലേക്ക് അവർ വെച്ചാൽ ഇത് വിച്ഛേദിക്കാൻ, ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതിർത്തി കടന്നുള്ള ഒരു മുന്നേറ്റത്തിന് ഞങ്ങൾ നിൽക്കുന്നില്ല എന്ന ഒരു ബഫർ സോണ് മറികടക്കില്ല എന്നുള്ള ഒരു രീതി അവർ കൊണ്ടുവന്നു. തുടർന്ന് 2 സൈന്യങ്ങൾക്കുമിടയിൽ ഒരു ബഫർ സോൺ സൃഷ്ടിക്കേണ്ടതായിരുന്നു. എന്നാലും ഒരു ഇന്ത്യൻ കമാൻഡർ ആ പ്രദേശത്ത് ഒരു ചൈനീസ് ക്യാമ്പ് ശ്രദ്ധിച്ച് പരിശോധന നടത്താൻ പോയി. അതായത് ഈ ബഫർ സോണിൽ ഒരു ചൈനീസ് ക്യാമ്പ് ഉള്ളതായിട്ട് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവരത് പരിശോധിക്കാനായിട്ട് പോയി. ഈ പരിശോധന ചൈനീസ് പട്ടാളത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവരത് വലിയ പോരാട്ടത്തിൽ വലിയ അക്രമത്തിലേക്ക് കടന്നു. അതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ജവാന്മാരെ നഷ്ടമായത്. ഒരുപാട് പരിക്കുകൾ ഉണ്ടായി. അവസാനം അസാധാരണമായ ആയുധങ്ങൾ വരെ ഗാൽവാനിൽ കല്ലുകൊണ്ടൊക്കെ തലയിലടിച്ച് അങ്ങനെയൊക്കെ വളരെ ക്രൂരമായി അവർ സൈനികരോട് ഏറ്റുമുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 2021 ഫെബ്രുവരിയിൽ കിഴക്കൻ ലഡാക്ക് ഏറ്റുമുട്ടലിൽ 5 സൈനിക ഉദ്യോഗസ്ഥരും സൈനികരും കൊല്ലപ്പെട്ടതായി അന്ന് ചൈന ആദ്യമായി സമ്മതിച്ചിരുന്നു. പക്ഷേ ഗാൽവാനിൽ എത്ര പേർ മരിച്ചു എന്നുള്ള കാര്യം ചൈന സമ്മതിച്ചിട്ടേ ഇല്ലായിരുന്നു. പിന്നീട് ഇരു സൈന്യങ്ങളിലെയും മേജർ ജനറൽമാർ തലത്തിലൊരു യോഗം നടന്നു. ഇത് സ്ഥിതികൾ നിയന്ത്രണ വിധേയമാക്കി നയതന്ത്ര സൈനിക തലങ്ങളിലേക്ക് ചർച്ചകൾക്ക് ശേഷം ജൂൺ 17 ചൈനക്കാർ പിടികൂടിയ 10 ഇന്ത്യൻ സൈനികരെ തിരിച്ചയച്ചു. പിന്നീട് ഇന്ത്യൻ സമാധാനമാണ് ആഗ്രഹിക്കുന്നത്
പറഞ്ഞിരിക്കുന്നത് ഇനി പ്രകോപനം ഉണ്ടായാൽ കൃത്യമായ മറുപടി നൽകുമെന്നൊക്കെ ഇന്ത്യ കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോൾ ഈ ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്. അപ്പോൾ ചൈന ഇന്ത്യയും തമ്മിൽ അത്ര സ്വരച്ചേർച്ചയല്ല, നയതന്ത്രപരമായുള്ള ബന്ധങ്ങളില്ല. ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു അവസ്ഥയിലേക്ക് ചൈനയും ഇന്ത്യയും പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ ടണൽ ബോറിംഗ് മെഷീൻ കമ്പനിയായ ഹെർനെക്ക് ചൈനയിലെ അവരുടെ നിർമ്മാണ പ്ലാന്റിൽ നിന്ന് ഇന്ത്യക്ക് ഈ മെഷീനൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചൈന പറഞ്ഞു ഇല്ല, ഞങ്ങൾ കൊടുക്കാൻ സമ്മതിക്കില്ല, കാരണം ഗാൽവാനിലെ പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ തൽക്കാലം അത് കൊടുക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധമാണ്. അപ്പോൾ ചൈന ഇപ്പോൾ കഴിഞ്ഞ മാസം ആ കരാറൊക്കെ പിൻവലിച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള യന്ത്രങ്ങൾ ചൈനയിലേക്ക് നൽകൂ, ഇന്ത്യയിലേക്ക് നൽകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹെർനെക്കിനോട് അവർ പറയുകയൊക്കെ ചെയ്തു. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ഇന്ത്യ ഈ കൃത്യമായ നിലപാട് സ്വീകരിച്ചത്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഇന്ത്യയും ചൈന അല്ലെങ്കിൽ ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തെ നമ്മൾ അഭയം പ്രാപിച്ചാൽ അല്ലെങ്കിൽ അവരെ നമ്മൾ അവരിലുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ നാളെ അവരൊരു ഉപരോധമോ പ്രതിരോധമോ ഒക്കെ സൃഷ്ടിച്ചാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ത്യ ഇപ്പോൾ ഹെർനെക്ക് കമ്പനി അവരുടെ ഒരു ഓഫീസ് ഇന്ത്യയിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ ഈ തുരങ്കങ്ങൾ നിർമ്മിക്കാനുള്ള ടണൽ ബോറിംഗ് മെഷീൻ ചൈനയുടെ നിർമ്മാണ പ്ലാന്റിൽ നിന്നാണ് നമ്മൾ വാങ്ങാൻ തീരുമാനിച്ചത്. പക്ഷേ ഇപ്പോൾ ഹെർനെക്ക് എന്ന് പറയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായ ഹെർനെക്ക് പറയുകയാണ്, ജർമ്മൻ കമ്പനി പറയുകയാണ്, വേണ്ട, ഇനി നിങ്ങൾ ചൈനയുടെയും മറ്റ് രാജ്യങ്ങളുടെ നിന്ന് കാല് പിടിക്കാൻ പോകണ്ട, നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഞങ്ങളുടെ ഒരു നിർമ്മാണ പ്ലാന്റ് തുടങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ അനുവദിക്കുമെങ്കിൽ ഞങ്ങൾക്കത് സമ്മതമാണ് എന്ന് ഇങ്ങോട്ട് വന്ന് അവർ പറയുകയാണ്. അപ്പോൾ ഇന്ത്യയുടെ ഒരു മഹത്വം എത്രത്തോളം വലുതായി എന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഈ ഹെർനെക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ TBM നിർമ്മാതാക്കളിൽ ഒന്നാണ്. അതായത് യൂറോപ്പ്, ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക എന്നിവിടങ്ങളിലായി നിരവധി ടണൽ പ്രോജക്റ്റുകളിൽ ഇവർ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവർ ഹെർനെക്ക് ഇന്ത്യയിൽ സജീവമാണ്. പ്രധാനമായും ഇവർ മെട്രോ റെയിൽ പ്രോജക്റ്റുകൾ, ഉദാഹരണം ഡൽഹി മെട്രോ, മുംബൈ മെട്രോ, ബാംഗ്ലൂർ മെട്രോ തുടങ്ങിയ മെട്രോകളിലൊക്കെ ഇവരുടെ മെഷീൻ അല്ലെങ്കിൽ ഇവരുടെ സാന്നിധ്യം വലിയ രീതിയിലുണ്ടെന്നാണ്. ഡ്രെയിനേജ്, വാട്ടർ സപ്ലൈ ടണലുകൾ, അങ്ങനെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് കമ്പനിക്ക് ഇന്ത്യയിൽ പ്രൊജക്റ്റ് ഓഫീസുകൾ, ടെക്നിക്കൽ സപ്പോർട്ട് ടീമുകളുണ്ട്. ഇന്ത്യയിൽ പ്രൊജക്റ്റുകൾക്ക് പ്രത്യേകമായി TBN സൊല്യൂഷനുകൾ ഇവർ നൽകുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യയെ എല്ലാ മേഖലകളിലും ഇവർ സഹായിക്കാൻ ഒരുങ്ങുകയാണ്. റെയിൽവേ, റോഡ്, അവിടെയൊക്കെ ടണലുകൾ നിർമ്മിക്കുന്നതിന്, ഓയിൽ ആൻഡ് ഗ്യാസ് മേഖലയിൽ പൈപ്പ് പാതകൾ നിർമ്മിക്കുന്നതിന്, വാട്ടർ ട്രാൻസ്ഫർ ടണലുകൾ നിർമ്മിക്കുന്നതിന്, മൈനിങ്, പ്രത്യേക സിവിൽ എഞ്ചിൻ പ്രോജക്റ്റുകൾ നിർമ്മിക്കുന്നതിന്, അങ്ങനെ മൊത്തത്തിൽ വലിയൊരു സ്വാധീനം ഇവർക്കുണ്ട്. ആ സ്വാധീനം ഇപ്പോൾ ഇന്ത്യയിൽ അവർ ഓൾറെഡി വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇനി അത്തരത്തിലൊരു നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കുമെന്ന് ആലോചിച്ച് നോക്കുന്ന, ഒരിക്കൽ നമുക്ക് തരാതിരുന്ന നമുക്ക് തരില്ല എന്ന് പറഞ്ഞ ചൈന ആ കമ്പനിയിൽ നിന്ന് നമുക്ക് ആ മെഷീനുകൾ, തുരങ്കം നിർമ്മിക്കുന്നതിനുള്ള ടണൽ ബോറിംഗ് മെഷീനുകൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പറയുകയാണ്, വേണ്ട, തരണ്ട, നിങ്ങൾ കമ്പനി ഇന്ത്യയിലേ തുടങ്ങിക്കോ, ഞങ്ങളുടെ ഈ നിങ്ങളുടെ പ്ലാന്റുകൾ ഇന്ത്യയിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് എടുത്തോളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് ചൈനയ്ക്ക് മാത്രമല്ല മൊത്തം രാജ്യങ്ങൾക്കും ഇന്ത്യ നൽകുന്ന ഒരു സന്ദേശമാണ്. നിങ്ങൾ ഞങ്ങൾക്ക് പ്രതിരോധം തീർക്കുകയോ ഉപരോധം തീർക്കുകയോ ഞങ്ങളുടെ മേൽ എന്തെങ്കിലും തരത്തിലുള്ള നിലപാടുകൾ, അതായത് നേരെ അല്ലാത്ത നിലപാടുകൾ സ്വീകരിക്കുകയോ ചെയ്താൽ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും. കാരണം ഞങ്ങൾ ഓൾറെഡി അവർക്ക് അനുമതി കൊടുക്കും, അവർ ഇന്ത്യയിൽ വന്ന് അവരുടെ നിർമ്മാണ പ്ലാന്റുകൾ തുടങ്ങും. സോ ഞങ്ങൾക്ക് ആകാൻ എളുപ്പമാണ്, അതാണ് ഞങ്ങൾക്ക് ഇഷ്ടവും അതാണ് എന്ന് ഇന്ത്യ ഒരു സന്ദേശം ലോക രാജ്യങ്ങൾക്ക് കൂടി നൽകുകയാണ്.